കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. 2 ജില്ലകളിലും നാളെ ചുവപ്പ് മുന്നറിയിപ്പുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. വയനാട് കള്ളാടിയിൽ മീനാക്ഷി പാലത്ത് തുരങ്ക നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് കാണാതായ 5 പേർക്കായി രാത്രിയിലും തെരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 3ാമത്തെ സോണിൽ കൂടുതൽ പരിശോധന നടത്തും. നാളെ മീനാക്ഷി പുഴയിലും പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്ത സ്ഥലവും പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. NDRFന്റെ 60 അംഗ ടീമും 250ഓളം വരുന്ന ഫയർഫോഴ്സും ബാക്കി പോലീസ് സേനയും ഒരുമിച്ച് നടത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ്. ഈ 5 പേരെ കണ്ടെത്തുക, കാണാതായ 5 പേരെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ആദ്യത്തെ സോണിലെ തെരച്ചിലിൽ കിട്ടുമെന്നാണ് കരുതിയത്, പക്ഷെ ഇന്നത് കിട്ടിയില്ല. അപ്പൊ ഒരു 3ാമത്തെ സോൺ, ചില സാധ്യതകൾ കണ്ടെത്തിയ 3ാമത്തെ സോണിലെ തെരച്ചിൽ ഇന്ന് തന്നെ അത് തുടങ്ങുകയും നാളെ രാവിലെ ആകുമ്പോഴേക്കും പൂർത്തിയാകാൻ കഴിയുകയും ചെയ്യും. അപ്പൊ അവിടെ ഈ കാണാതായവരെ കണ്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷ. NDRFന്റെയും പ്രതീക്ഷ അതാണ്, പോലീസിന്റെയും പ്രതീക്ഷ അതാണ്. പിന്നെ ഒരു സാധ്യത കൂടി, പുഴയിലൂടെ ഇതെങ്ങാൻ ഒഴുകിപ്പോവാൻ സാധ്യതയുണ്ടോ എന്നുകൂടിയുള്ള ഒരു പരിശോധന കൂടി നാളെ രാവിലെ നടത്തും. ഇതാണ് നമ്മൾ പ്രയോറിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. വിഷ്ണു വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഏതായാലും ഈ ദുരന്ത സ്ഥലവും അതുപോലൊപ്പം തന്നെ പരിക്കേറ്റവരെയും മുഖ്യമന്ത്രി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലത്ത് ഇനിയും തിരച്ചിൽ തുടരും. 5 പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായി ഇനിയും തിരച്ചിൽ തുടരും എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, തീർച്ചയായിട്ടും രാത്രിയും തിരച്ചിൽ തുടരും എന്നുള്ള വിവരമാണ്, അല്ലെങ്കിൽ ആ ഒരു അറിയിപ്പാണ് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി നമുക്ക് നൽകിയിരിക്കുന്നത്. കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ഒരു നിലയുണ്ടായിട്ടുള്ളത്. മാധ്യമങ്ങളെ കണ്ടുന്ന ആ ഒരു വേളയിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അറിയിപ്പായി നൽകുകയുണ്ടായി. കാരണം ഇന്ന് രാത്രിയും വൈകിയാണെങ്കിലും തിരച്ചിൽ തുടരും. കാണാതായിട്ടുള്ള 5 പേരെ കണ്ടുപിടിക്കുന്നതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചത്. അതിനുവേണ്ടിയിട്ട് NDRF സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഊർജിതമായ തിരച്ചിൽ ഇപ്പോൾ ദുരന്തബാധിത പ്രദേശത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ആദ്യത്തെ ആ സോണിൽ നിന്നും ഇവരെ ലഭിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ലഭിക്കാത്ത സാഹചര്യത്തിൽ 3ാമത്തെ സോണിൽ അവരെ കൂടുതലായി കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്ന ഒരു സ്ഥിതിഗതി ഉണ്ടാകും. അതിൻ്റെ ഭാഗമായി തന്നെ നാളെ രാവിലെയോടുകൂടി തന്നെ പുഴയിലും മീനാക്ഷി പുഴയിലും തിരച്ചിൽ ആരംഭിക്കും എന്നുള്ള വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അവലോകന യോഗത്തിൽ പ്രധാനമായും കുറച്ച് തീരുമാനങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട്. കാരണം ഇനി തുരങ്കപാതയുടെ നിർമ്മാണമടക്കം കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം ഇനി എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള പുനർനിർമ്മാണമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകൂ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്ന് നിയമപരമായും സാങ്കേതികപരമായും അന്വേഷിക്കും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമിതിയെ നാളെ രൂപീകരിക്കും. ആ സമിതിയായിരിക്കും ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മളോടിപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുന്നൊരു സ്ഥിതിഗതി ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ ആ മേഖലയിലെ മണ്ണടക്കം പരിശോധിക്കുന്ന നിലയുണ്ടാകും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ്. ആ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടുപോയ ബസ് അടക്കം ഇപ്പോൾ നിലവിൽ രക്ഷാസംഘത്തിൻ്റെ നേതൃത്വത്തിൽ പുറത്തേക്കെടുക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരായ T സിദ്ദിഖും AP അനിൽകുമാറുമെല്ലാം മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ശേഷമാണ് ദുരന്തബാധിത സ്ഥലത്തെത്തിയത്. അതിനുശേഷം മിംസ് ആശുപത്രിയിൽ കിടക്കുന്ന പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കുകയും അവിടുത്തെ ഡോക്ടർമാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതിനുശേഷം കളക്ടറേറ്റിലെത്തുകയും അവലോകന നടത്തുകയുമാണ് ചെയ്തത്. കളക്ടറുമായി കൂടി ചേർന്ന് അവലോകന യോഗം നടക്കുകയുമാണ് ചേർന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. അത് രാത്രിയും തുടരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയാണെങ്കിലും നമുക്ക് മുൻപാകെ പറഞ്ഞു വെച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. നാളെ മീനാക്ഷി പുഴയിലും ഇതിനായിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കും. ഈ 5 പേരെ കണ്ടെത്തുന്നതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നമുക്ക് മുൻപാകെ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളടക്കം സർക്കാർ തീരുമാനിക്കും
അല്ലെങ്കിൽ ആലോചനയിലുണ്ട് എന്നുള്ള കാര്യമടക്കം മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാണെങ്കിലും മന്ത്രിമാരടക്കം നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് തിരച്ചിലായിട്ടുള്ള ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ദുരന്തബാധിത പ്രദേശത്ത് നടന്നു വരികയാണ്. കാണാതായവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീപ്തി. ശരി, വിഷ്ണു വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ലഹരി മാഫിയയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് DK ശിവകുമാർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DK ശിവകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പ്. കർണാടകയിലും പരിശോധനകൾ ശക്തമാക്കുമെന്ന് DK ശിവകുമാർ ഉറപ്പ് നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരള കർണാടക പോലീസ് സേനകൾ തമ്മിൽ ശക്തമായ ഏകോപനവും സഹകരണവും ഉറപ്പാക്കും. തുടർ നടപടികൾക്കായി കർണാടക ചീഫ് സെക്രട്ടറിയെ അപ്പോൾ തന്നെ വിളിച്ച് നിർദ്ദേശം നൽകിയ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചതായി രമേശ് ചെന്നിത്തല അറിയിച്ചു.